സ്ഥാനാർത്ഥികളുടെ പ്രചാരണ രീതികളിൽ പോലും കോവിഡ് മാറ്റം വരുത്തിയ തെരഞ്ഞെടുപ്പ് കാലത്തിലൂടെയാണ് ഇത്തവണ കേരളം കടന്നുപോകുന്നത്. എല്ലായിടത്തും വോട്ടഭ്യർത്ഥിച്ച് കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ സാധ്യതകൾ കൂടി ഉപയോഗിച്ചാണ് സ്ഥാനാർത്ഥികൾ ഇത്തവണ വോട്ട് ചോദിക്കുന്നത്. ഇൻസ്റ്റഗ്രാമും വാട്സാപ്പിലും സജീവമായാൽ യുവാക്കളുടെ മനസ്സിൽ കയറാമെന്നാണ് സ്ഥാനാർത്ഥികളും പറയുന്നത്. കൊറോണ എല്ലാ രീതികളെയും മാറ്റിമറിച്ച തെരഞ്ഞെടുപ്പ് കാലമാണിത്. കാലത്തിനൊത്ത് കോലം മാറാൻ രാഷ്ട്രീയക്കാരെ ആരും പഠിപ്പിക്കേണ്ട. പരമ്പരാഗത പ്രചരണ മാർഗങ്ങൾക്ക് ഒരു പരിധിവരെ തടസ്സമുണ്ടായതോടെ സോഷ്യൽ മീഡിയ പ്രചരണമാണ് സ്ഥാനാർത്ഥികൾ കണ്ടെത്തിയ മറുമരുന്ന്. എല്ലാവരും ഓൺലൈനായി. എന്നെ അറിയാലോ, ഞാൻ റമീസ്. ഞാൻ റനീഷ്. പുതിയറ 27ാം വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. വാട്സാപ്പിലെ സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ താരം. ഇൻസ്റ്റഗ്രാമിലും വോട്ട് തേടി സ്ഥാനാർത്ഥി അക്കൗണ്ടുകൾ തുറന്നു കഴിഞ്ഞു. ഫേസ്ബുക്കിനോട് പണ്ടത്തെ അത്ര ആവേശം ആർക്കുമില്ല. അവരിലേക്ക് കൂടുതൽ ആകർഷിക്കാനും അവരെ സ്വാധീനിക്കാനും അവരിൽ ഒരാളായി നിൽക്കാനുമൊക്കെ ഓൺലൈൻ പ്രചാരണത്തിലൂടെ സാധിക്കുന്നുണ്ട്. ഇലക്ഷൻ ടൈമുകളിൽ അവർ മാക്സിമം സമയവും ഈ സോഷ്യൽ മീഡിയയിലേക്കാണ് എത്തുന്നത്. തീർച്ചയായും ആ പ്രചരണം നമുക്ക് വളരെയധികം അനുകൂലമായി കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായ യുവാക്കൾ തങ്ങൾ കൊണ്ട അടി പോലും സ്റ്റാറ്റസ് ആക്കുന്നുണ്ട്. അങ്ങനെ വോട്ടുകാലം കൂടുതൽ ഓൺലൈൻ ആവുകയാണ്. എസ് ശ്യാംകുമാർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.